13,772 വോട്ടുകൾ അദ്ദേഹം 11,893 വോട്ടുകളാണ് ഫൈസലിനുള്ളത്. ലീഡ് ഇപ്പോൾ 4,521. അടുത്ത മിനിറ്റുകളിലെ ഏറ്റവും വലിയ ലീഡിലേക്ക് കുഞ്ഞാലിക്കുട്ടി ഉയർന്നിരിക്കുകയാണ്. 4,521 വോട്ടുകളുമായി കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുന്നു. 16,414 വോട്ടുകളാണ് അദ്ദേഹം സമാഹരിച്ചിരിക്കുന്നത്. 11,893 വോട്ടുകൾ ഫൈസലിനുണ്ട്. ശ്രീപ്രകാശ് നേടിയിരിക്കുന്നത് 3,455 വോട്ടുകൾ മാത്രമാണ്. മാർജിൻ ഇപ്പോൾ 4,477 മാറിയിരിക്കുന്നു. 4,477 വോട്ടുകൾക്ക് കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുന്നു. 17,248 വോട്ടുകളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. 12,771 വോട്ടുകളുമായി ഫൈസൽ തൊട്ടുപിറകെയുണ്ട്. 4,477 വോട്ടുകളുടെ വ്യത്യാസം ആണ്. ഡിസ്പ്ലേ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ അപ്ഡേറ്റഡ് ആണ്. 17,000 അത് ഒരിക്കൽ കൂടി മാറിയിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം ഇപ്പോൾ മാർജിൻ ഇപ്പോൾ 5,000 കവിഞ്ഞിരിക്കുന്നു. 5,169 വോട്ടുകൾക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുകയാണ്. 19,422 വോട്ടുകളാണ് അദ്ദേഹം സമാഹരിച്ചിരിക്കുന്നത്. 14,253 വോട്ടുകളുമായി തൊട്ടുപിറകെ ഫൈസൽ ഉണ്ട്. 5,169 വോട്ടുകളുടെ മാർജിൻ ആണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കുള്ളത്. ഈ മിനിറ്റുകളിൽ നേടിയ ഏറ്റവും വലിയ ഒരു മാർജിനിലേക്ക് കുഞ്ഞാലിക്കുട്ടി എത്തിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ സുസ്ഥിരമായി ലീഡ് നേടി നിൽക്കുകയും ആ ലീഡ് നിലയിൽ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ പോലും സുസ്ഥിരമായി വിജയത്തിലേക്കുള്ള സൂചനകൾ നൽകിക്കൊണ്ട് കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് പോവുകയാണ്. 21,090 കുഞ്ഞാലിക്കുട്ടിയുടെ വോട്ടുകൾ വർദ്ധിച്ചിരിക്കുന്നു. 15,550 വോട്ടുകളുമായി ഫൈസൽ തൊട്ടുപുറകെയുണ്ട്. മാർജിൻ 5,540 വോട്ടുകൾ. 5,540 വോട്ടുകൾക്ക് UDFന്റെ സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുകയാണ്. മാർജിൻ ഇപ്പോൾ തന്നെ 5,907 വോട്ടുകളായി ഉയർന്നിരിക്കുന്നു. 5,907 വോട്ടുകൾക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ വോട്ട് നേട്ടം 22,219 വോട്ടുകളാണ്. 16,312 വോട്ടുകളുമായി LDFന്റെ ഫൈസൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ്. BJPയുടെ വോട്ട് നേട്ടം 4,415. 5,907 വോട്ടുകളാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ലീഡായി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ കണ്ടിരിക്കെ തന്നെ 6,258 വോട്ടുകളായി മാറിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ കണക്കുകൾ അനുസരിച്ച് 6,258 വോട്ടുകൾക്ക് UDF മലപ്പുറത്ത് മുന്നിട്ട് നിൽക്കുകയാണ്. 23,995 വോട്ടുകളാണ് കുഞ്ഞാലിക്കുട്ടി നേടിയിരിക്കുന്നത്. 17,737 വോട്ടുകളുമായി ഫൈസൽ തൊട്ടുപുറകെയുണ്ട്. BJP ഇപ്പോഴും 5,000 വോട്ടുകൾ കടന്നിട്ടില്ല. 4,690 വോട്ടുകളാണ് BJP നേടിയിരിക്കുന്നത്. 6,258 മാർജിൻ മാറിയിരിക്കുന്നു. 6,258. 25,000 വോട്ടുകൾ കുഞ്ഞാലിക്കുട്ടി മറികടന്നിരിക്കുന്നു. 25,840 വോട്ടുകളാണ് കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ നേടിയിരിക്കുന്നത്. 19,062 വോട്ടുകളുമായി തൊട്ടുപിറകെ ഫൈസൽ ഇപ്പോഴും നിൽക്കുകയാണ്. ഇപ്പോഴും BJPയുടെ വോട്ട് നേട്ടം 5,000 കവിഞ്ഞിട്ടില്ല. 4,920 വോട്ടുകൾക്ക് BJP മുന്നിട്ട് നിൽക്കുകയാണ്. 6,778 വോട്ടുകളുടെ വ്യത്യാസം കുഞ്ഞാലിക്കുട്ടി മുന്നിൽ നിൽക്കുന്നു. ആദ്യഘട്ടം മുതൽ മുന്നിട്ട് നിൽക്കുന്ന കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ അദ്ദേഹത്തിന്റെ മാർജിൻ 7,182 വോട്ടുകളായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി 26,448 വോട്ടുകൾ അദ്ദേഹം സമാഹരിച്ചിരിക്കുന്നു. 19,266 വോട്ടുകളാണ് ഫൈസലിനുള്ളത്. BJP ഇപ്പോഴും 5,000 താഴെയാണ്. 4,943 വോട്ടുകൾ BJP സമാഹരിച്ചിരിക്കുന്നു. 7,182 വോട്ടുകൾക്ക് കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴും മുന്നിട്ട് നിൽക്കുകയാണ്. 26,448 വോട്ടുകളുമായി 7,893 വോട്ടുകളുടെ മാർജിൻ ഉറപ്പുവരുത്തിക്കൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി ആദ്യഘട്ടം മുതൽ സുസ്ഥിരമായ ലീഡ് നില തുടരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ആദ്യഘട്ടത്തിൽ 5,000-ലേറെ വോട്ടുകൾ അദ്ദേഹം ലീഡ് നിലനിർത്തിയിരുന്നുവെങ്കിൽ പിന്നീട് അത് താന്ന് 2,000-ങ്ങളിലേക്ക് വരികയും വീണ്ടും ഉയരുകയുമാണ് ഉണ്ടായത്. ഇപ്പോൾ 7,893 വോട്ടുകൾക്ക് UDFന്റെ സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുകയാണ്. 29,000 മാറിയിരിക്കുന്നു. 29,248 വോട്ടുകൾ കുഞ്ഞാലിക്കുട്ടി നേടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ലീഡ് നില 8,257 വോട്ടുകളാണ്. ഇപ്പോൾ ഫൈസൽ 20,000 കടന്നിരിക്കുന്നു. 20,991 വോട്ടുകളാണ് ഫൈസലിനുള്ളത്. BJP 5,000 വോട്ടുകൾ മറികടന്നിരിക്കുന്നു. 5,725 വോട്ടുകൾ ശ്രീപ്രകാശ് നേടിയിരിക്കുന്നു.
8257 വോട്ടുകളുടെ മാർജിന് കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴും മുന്നിട്ട് നിൽക്കുകയാണ്. വോട്ടെണ്ണൽ തുടങ്ങിയത് മുതൽ നിലനിന്ന ലീഡ് സുസ്ഥിരമായി നിലനിർത്തിക്കൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി ഈ ഘട്ടത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ 8082 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുകയാണ്. 30,000 കടന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ വോട്ട് നേട്ടം. 31,189 വോട്ടുകളാണ് അദ്ദേഹത്തിനുള്ളത്. 22,387 വോട്ടുകളുമായിട്ട് ഫൈസൽ രണ്ടാം സ്ഥാനത്തുണ്ട്. BJP 6,200 വോട്ടുകൾ നേടിയിരിക്കുന്നു. 9,075 വോട്ടുകളായി കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. 9,000-ഓളം 10,000-ഓട് അടുക്കുന്നു ലീഡ് അദ്ദേഹത്തിന്റെ മാർജിൻ. 9,075 വോട്ടുകൾക്ക് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുകയാണ്. 32,089 വോട്ടുകളാണ് അദ്ദേഹം സമാഹരിച്ചിരിക്കുന്നത്. 23,014 വോട്ടുകളുമായി CPIM-ന്റെ ഫൈസൽ തൊട്ട് പിറകെയുണ്ട്. പക്ഷേ 10,000-ഓളം വോട്ടുകൾക്ക്, കൃത്യമായി പറഞ്ഞാൽ 9,075 വോട്ടുകൾക്ക് ഫൈസൽ പിറകിലാണ്. BJP-യുടെ നേട്ടം ഇപ്പോഴും 6,551 നിൽക്കുകയാണ്. 6,551. ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ വോട്ടാണ് ശ്രദ്ധിക്കുന്നത് എങ്കിൽ പോലും നോട്ട 291 ഉണ്ട്. എല്ലാ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും തള്ളിക്കൊണ്ട് നോട്ട മുന്നിൽ നിൽക്കുന്നു. 300-ഓളം വോട്ടുകൾ അവർ സമാഹരിച്ചിരിക്കുന്നു. 9,272 വോട്ടുകൾക്ക് കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. 33,390 9,554 വോട്ടുകൾ നേടിക്കൊണ്ട് കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് 10,000-ഓട് അടുക്കുകയാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ വിജയ സൂചനകൾ തന്നുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് പോവുകയാണ്. 9,554 വോട്ടുകളുടെ ലീഡ് കൈവരിച്ചുകൊണ്ട് 33,390 വോട്ടുകൾ ഇതിനകം സമാഹരിച്ചുകൊണ്ട് 23,000 ഇപ്പൊ ഒരിക്കൽ കൂടി 9,680 അദ്ദേഹത്തിന്റെ ലീഡ് നില ഉയർന്നിരിക്കുന്നു. 34,305 വോട്ടുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത്. 24,625 വോട്ടുകൾ ഫൈസൽ സമാഹരിച്ചിരിക്കുന്നു. ഏതാണ്ട് 10,000-ഓളം വോട്ടുകൾക്ക്, കൃത്യമായി പറഞ്ഞാൽ 9,680 വോട്ടുകൾക്ക് ഫൈസൽ പിറകിലാണ്. കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുന്ന പ്രവണത തുടക്കം മുതൽ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം നിലനിർത്തുകയാണ്. അദ്ദേഹത്തിന്റെ ലീഡ് നില ഒരല്പം മങ്ങി, ഇടയ്ക്ക് അല്പം മങ്ങി 2000-ങ്ങളിലേക്ക് എത്തിയെങ്കിൽ പോലും കുഞ്ഞാലിക്കുട്ടി വളരെ പെട്ടെന്ന് തിരിച്ചു വരികയും 10,000-ഓടടുത്ത ലീഡ് നില കൈവരിച്ചിരിക്കുകയും ചെയ്യുന്നു. 9,893 വോട്ടുകൾക്ക് മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുകയാണ്. 34,816 വോട്ടുകളാണ് അദ്ദേഹം സമാഹരിച്ചിരിക്കുന്നത്. ഫൈസൽ 24,923 വോട്ടുകൾ. ഒപ്പം തന്നെ BJP 7,000-ഓട് അടുക്കുകയാണ്. 6,921 വോട്ടുകൾ BJP നേടിയിരിക്കുന്നു. ഇപ്പോൾ BJP 7,122 ആയിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന്റെ ലീഡ് നില 10,000 കവിഞ്ഞിരിക്കുന്നു. 10,247 വോട്ടുകൾക്ക് മലപ്പുറത്ത് UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുകയാണ്. 35,759 വോട്ടുകളാണ് അദ്ദേഹത്തിന് ഇതിനകം ലഭ്യമായിട്ടുള്ളത്. 25,512 വോട്ടുകളുമായി ഫൈസൽ തൊട്ട് പുറകെയുണ്ട്. 7,122 വോട്ടുകളാണ് BJPക്കുള്ളത്. മറ്റുള്ളവരെല്ലാം 100-നോടടുത്ത വോട്ടുകൾ മാത്രമായി നിൽക്കുകയാണ്. നോട്ടയുടെ വോട്ട് 317 ഉയർന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി 10,247 വോട്ടുകൾക്ക് ഇപ്പോൾ മലപ്പുറത്ത്. വളരെ പ്രധാനപ്പെട്ട കൗതുകകരമായ ഒരു വിവരം പറയാനുള്ളത്, കൊണ്ടോട്ടി, വള്ളിക്കുന്ന് എന്നിവിടങ്ങളിൽ LDF ആണ് ലീഡ് നിലനിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം പെരിന്തൽമണ്ണ അടക്കം ഉള്ള സ്ഥലങ്ങളിൽ ഏകപക്ഷീയമായി UDF മുന്നേറ്റം കുറിച്ച മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ 2ഇടങ്ങളിൽ ഇത്തവണ LDF 2 നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ LDF മുന്നിട്ട് നിൽക്കുന്നു എന്നൊരു വിവരം കൂടി ഇപ്പോൾ നമുക്ക് തരാനുണ്ട്. 10,329 വോട്ടുകളായി കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം ഉയർന്നിരിക്കുന്നു. 36,196 വോട്ടുകളാണ് അദ്ദേഹത്തിനുള്ളത്. 25,867 വോട്ടുകളുമായി CPIM-ന്റെ ഫൈസൽ തൊട്ടു പിറകെയുണ്ട്. 7,186 ശ്രീപ്രകാശിന്റെ വോട്ടുകൾ. 10,718 കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് നില ഉയർന്നിരിക്കുന്നു. 10,718 വോട്ടുകൾക്ക് PK കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുന്നു. 7,186 BJPയുടെ വോട്ട് നേട്ടം ഇപ്പോഴും നിലനിൽക്കുകയാണ്.
ഏറ്റവും പുതിയ വിവരമായി തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ വേദിയിൽ നിന്ന് കൂട്ടിച്ചേർക്കാനുള്ളത് കൊണ്ടോട്ടി വള്ളിക്കുന്ന് മണ്ഡലങ്ങളിൽ LDF ലീഡ് നിലനിർത്തിയിരിക്കുന്നു എന്നാണ്. കൊണ്ടോട്ടി വള്ളിക്കുന്ന് മണ്ഡലങ്ങളിലാണ് LDF ലീഡ് നിലനിർത്തിയിരിക്കുന്നത്. $10,915 വോട്ടുകൾക്ക് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുകയാണ്. 10,915 11,000 അടുക്കുന്നു അദ്ദേഹത്തിന്റെ ലീഡ് നില. 37,192 വോട്ടുകളാണ് കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ നേടിയിരിക്കുന്നത്. ഇതാ ലീഡ് നില 11,000 കഴിഞ്ഞിരിക്കുന്നു. 11,384 വോട്ടുകൾക്ക് UDFന്റെ PK കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുകയാണ്. കൊണ്ടോട്ടിയിൽ 1,673 വോട്ടുകളുടെ ലീഡാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ LDF നേടിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരം, വള്ളിക്കുന്നിൽ 178 വോട്ടുകളുടെ ലീഡ് LDF നേടിയിരിക്കുന്നു. വളരെ വളരെ പ്രത്യേകതയുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് മലപ്പുറം കാത്തു വെച്ചിരിക്കുന്നത്. 11,475 വോട്ടുകളുടെ ഭൂരിപക്ഷം ലീഡ് നില കുഞ്ഞാലിക്കുട്ടിക്ക് നൽകിയപ്പോഴും 2 നിയമസഭാ മണ്ഡലങ്ങളിൽ LDFന് അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം, ഒരു ലീഡ് കുറിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ മലപ്പുറത്തെ വോട്ടെണ്ണൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലീഡ് നില 11,475 വോട്ടുകൾക്ക് UDFന്റെ സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴിതാ 40,434 വോട്ടുകൾ അദ്ദേഹം സമാഹരിച്ചിരിക്കുന്നു. 11,818 വോട്ടുകൾക്ക് കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുന്നു. 28,616 വോട്ടുകളാണ് ഫൈസൽ നേടിയിരിക്കുന്നത്. 7,890 ശ്രീപ്രകാശിന്റെ വോട്ട് നേട്ടം നിലനിൽക്കുകയാണ്. 11,818 വോട്ടുകൾക്ക് കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുകയാണ്. 10,000 കടന്നു. 11,818 വോട്ടിന് PK കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ലീഡ് നില 12,000 കടന്നിരിക്കുന്നു. 12,340 വോട്ടുകൾക്ക് PK കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നൽകുന്ന വിവരം. 12,340 വോട്ടുകൾക്ക് UDFന്റെ സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മുന്നിട്ട് നിൽക്കുകയാണ്. 41,452 വോട്ടുകളാണ് അദ്ദേഹത്തിനുള്ളത്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ ലീഡ് നില ഉയർന്നിരിക്കുന്നു. 12,453 വോട്ടുകൾ 12,453 വോട്ടുകൾക്ക് കുഞ്ഞാലിക്കുട്ടി മുന്നേറ്റം കുറിക്കുകയാണ്. ഇപ്പോഴും 41,998 വോട്ടുകളാണ് അദ്ദേഹത്തിന് സ്വന്തമായുള്ളത്. 29,445 വോട്ടുകളുമായി ശ്രീപ്രകാശ് രണ്ടാം സ്ഥാനത്തുണ്ട്. BJPയുടെ വോട്ട് 8,000 കവിഞ്ഞിരിക്കുന്നു. 8,031 വോട്ടുകളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ശ്രീപ്രകാശ് സ്വന്തമാക്കിയിരിക്കുന്നത്. 12,778 കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം ഒരിക്കൽ കൂടി ഉയർന്നിരിക്കുകയാണ്. 12,778 വോട്ടുകൾക്ക് PK കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുന്നു. LDFന്റെ യുവസ്ഥാനാർത്ഥി ഫൈസലിന്റെ വോട്ട് നേട്ടം 30,000 കവിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 30,505 വോട്ടുകളാണ് കുഞ്ഞാലിക്കുട്ടിയുടെ 43,283 വോട്ടുകൾക്കെതിരെ അദ്ദേഹം നേടിയിരിക്കുന്നത്. മാർജിൻ 12,778. UDFന്റെ സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടി 12,636 അദ്ദേഹത്തിന്റെ ലീഡ് ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. 12,636 വോട്ടുകൾക്ക് 43,657 വോട്ടാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. 31,021 വോട്ടുകളുമായി ഫൈസൽ തൊട്ടുപിറകെയുണ്ട്. 12,636 വോട്ടുകളുടെ വ്യത്യാസം. വോട്ടെണ്ണൽ തുടങ്ങിയതു മുതൽ സുസ്ഥിരമായി ലീഡ് നിലയിൽ മുന്നിൽ നിൽക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി. ആദ്യം 5,000ങ്ങളോളം അദ്ദേഹത്തിന്റെ ലീഡ് ഉയർന്നു. പിന്നീട് അത് 2,000ങ്ങളിലേക്ക് താന്നു. വീണ്ടും കുതിച്ചുയർന്ന് ഇപ്പോൾ 12,918 വോട്ടുകളുടെ ലീഡ് അദ്ദേഹം നേടിയിരിക്കുകയാണ്. 13,000 കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് 13,000 44,563 വോട്ടുകളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. 31,645 വോട്ടുകളുമായി ഫൈസൽ തൊട്ടുപിറകെയുണ്ട്. 8,448 ശ്രീപ്രകാശിന്റെ വോട്ട് നേട്ടം. 12,918 വോട്ടുകളുടെ വ്യത്യാസം ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായി മലപ്പുറത്തുണ്ട്. മലപ്പുറത്തെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. 13,000 കവിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ ലീഡ് നില. 13,051 വോട്ടുകൾ അദ്ദേഹത്തിന്റെ മാർജിനായി കുറിച്ചിരിക്കുന്നു.
45,000 കടന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ വോട്ട് നേട്ടം. 46,074 വോട്ടുകളാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സ്വന്തം പേരിൽ ഉറപ്പിച്ചിരിക്കുന്നത്. 33,023 വോട്ടുകളാണ് ഫൈസൽ നേടിയിരിക്കുന്നത്. 8,693 വോട്ടുകൾ ശ്രീപ്രകാശ് നേടിയിരിക്കുന്നു. 12,826 ലീഡ് നില ഒരിക്കൽ കൂടി കുറഞ്ഞിരിക്കുകയാണ്. 13,000 കവിഞ്ഞ ലീഡ് നില, കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് നില ഇപ്പോൾ 12,826 വോട്ടുകളായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. 46,979 വോട്ടുകളാണ് കുഞ്ഞാലിക്കുട്ടി സമാഹരിച്ചിരിക്കുന്നത്. 34,153 വോട്ടുകളുമായി LDFന്റെ യുവ നേതാവ് ഫൈസൽ തൊട്ടു പിറകിലുണ്ട്. 8,926 വോട്ടുകളാണ് ശ്രീപ്രകാശ് NDAയുടെ സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് നേടിയിരിക്കുന്നത്. 13,142 വോട്ടിന്റെ വ്യത്യാസത്തിന് കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നു. വോട്ടെണ്ണൽ തുടങ്ങിയത് മുതൽ UDF സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടിയാണ് മുന്നിൽ. അദ്ദേഹത്തിന്റെ മാർജിൻ അത് 5,000-ഓളം ആദ്യഘട്ടത്തിൽ ഉയരുകയും പിന്നീട് 2,000-ങ്ങളിലേക്ക് താഴുകയും ഇപ്പോൾ വീണ്ടും ഉയർന്ന് 13,602 വീണ്ടും 13,000 കടന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ലീഡ് 13,602 വോട്ടുകൾക്ക് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുന്നു. 48,000 50,000-ഓളം അടുക്കുന്നു, 50,000-ഓട് അടുക്കുന്നു അദ്ദേഹത്തിന്റെ വോട്ട് നേട്ടം. 48,965 വോട്ടുകളാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സമാഹരിച്ചിട്ടുള്ളത്. 35,363 വോട്ടുകളുമായി LDFന്റെ സ്ഥാനാർത്ഥി ഫൈസൽ തൊട്ടുപിറകിലുണ്ട്. 8,960 വോട്ടുകളാണ് BJP നേടിയിരിക്കുന്നത്. ഇപ്പോൾ ഒരിക്കൽ കൂടി ലീഡ് മാർജിൻ മാറിയിരിക്കുന്നു. 13,647 വോട്ടുകളുടെ വ്യത്യാസമാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായി ഉള്ളത്. 13,647 വോട്ടുകളുടെ മാർജിനിൽ കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുന്നു. 50,000 കടന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ വോട്ട് നേട്ടം. 50,059 വോട്ടുകൾ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സ്വന്തം പേരിൽ സമാഹരിച്ച് കഴിഞ്ഞിരിക്കുന്നു. 36,412 വോട്ടുകളാണ് ഫൈസലിനുള്ളത്. 9,166 വോട്ടുകൾ ശ്രീപ്രകാശ് നേടിയിരിക്കുന്നു. 10,000-ഓട് അടുക്കുന്നു BJPയുടെ വോട്ട് നേട്ടം. ആകെ 13,647 വോട്ടുകൾക്ക് ഇപ്പോഴും മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുകയാണ്. സുസ്ഥിരമായി തുടരുന്ന ലീഡുമായി കുഞ്ഞാലിക്കുട്ടി വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ നേടിയിരിക്കുന്നത് 50,059 വോട്ടുകളാണ്. 13,647 വോട്ടുകൾ തൊട്ടടുത്ത എതിരാളി MP ഫൈസലിനെക്കാട്ടിലും അദ്ദേഹത്തിന് കൂടുതലുണ്ട്. 13,691 വോട്ടുകളായി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ലീഡ് നില ഉയർന്നിരിക്കുന്നു. 13,691 വോട്ടുകൾ 50,381 അദ്ദേഹത്തിന്റെ വോട്ട് നില മാറിയിരിക്കുന്നു. CPIMന്റെ സ്ഥാനാർത്ഥി ഫൈസലിന് 36,690 വോട്ടുകളാണുള്ളത്. BJP ഇപ്പോഴും 10,000 കവിഞ്ഞിട്ടില്ല. 9,177 വോട്ടുകൾ ശ്രീപ്രകാശ് നേടിയിരിക്കുന്നു. 13,691 വോട്ടുകളാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് ലീഡ് ആയി ഉള്ളത്. 50,381 വോട്ടുകൾ അദ്ദേഹം സമാഹരിച്ചിരിക്കുന്നു. 13,691 വോട്ടുകളിൽ അഹമ്മദിന്റെ മരണത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മലപ്പുറത്ത് അഹമ്മദിന്റെ അതേ രാഷ്ട്രീയ കക്ഷിയിലെ മുതിർന്ന നേതാവ് PK കുഞ്ഞാലിക്കുട്ടി 13,691 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ്. വോട്ടെണ്ണൽ തുടങ്ങി 3/4 മണിക്കൂർ പിന്നിടുമ്പോൾ ഇതാണ് നില. 14,000-ആയി കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് നില ഉയർന്നിരിക്കുന്നു. 14,055 വോട്ടുകൾക്ക് അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു. 51,004 വോട്ടുകളാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സമാഹരിച്ചിരിക്കുന്നത്. ഫൈസലിന്റെ വോട്ട് നേട്ടം 35,000 കവിഞ്ഞിരിക്കുന്നു. 36,949 വോട്ടുകളാണ് അദ്ദേഹത്തിനുള്ളത്. BJPയുടെ സ്ഥാനാർത്ഥി ഇപ്പോൾ 10,000-ന് തൊട്ട് താഴെ എത്തി നിൽക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 9,194 വോട്ടുകൾ ശ്രീപ്രകാശ് നേടിയിരിക്കുന്നു. 14,168 വോട്ടുകൾക്ക് കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുകയാണ്. 14,000 കടക്കുകയാണ് അദ്ദേഹത്തിന്റെ മാർജിൻ. 14,168 വോട്ടുകൾക്ക് PK കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുന്നു. 8 മണിക്ക് ആരംഭിച്ച വോട്ടെണ്ണലിൽ സുസ്ഥിരമായി ലീഡ് നില നിലനിർത്തിക്കൊണ്ട് കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് പോവുകയാണ്. ആദ്യം 5,000 ലീഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് പിന്നീട് 2,000-ങ്ങളിലേക്ക് താന്നു. പിന്നീട് തിരിഞ്ഞു നോക്കാതെ കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 14,303 വോട്ടുകൾക്ക്
അദ്ദേഹം മുന്നിട്ട് നിൽക്കുകയാണ്. 52,906 വോട്ടുകൾ കുഞ്ഞാലിക്കുട്ടി സമാഹരിച്ചു കഴിഞ്ഞു. 38,603 വോട്ടുകളുമായി ഫൈസൽ തൊട്ടുപിറകെയുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥി ഇപ്പോഴും 10,000 കടന്നിട്ടില്ല. 9,394 വോട്ടുകളാണ് ശ്രീപ്രകാശ് നേടിയിരിക്കുന്നത്. 14,303 വോട്ടുകളായി ഭൂരിപക്ഷം മാറിയിരിക്കുകയാണ്. 14,303 വോട്ടുകൾ. ഇപ്പോഴിതാ 15,000 കഴിഞ്ഞിരിക്കുന്നു ലീഡ് നില. കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് നില 15,000 കവിഞ്ഞിരിക്കുന്നു. 15,097 വോട്ടുകൾക്ക് കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുകയാണ്. 54,274 വോട്ടുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുന്നു. 55,000-ഓടടുക്കുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ വോട്ട് നേട്ടം. 39,177 വോട്ടുകൾ ഫൈസൽ സമാഹരിച്ചിട്ടുണ്ട്. ഇപ്പോഴും BJP 10,000 കടന്നിട്ടില്ല. 9,417 വോട്ടുകൾ BJP സമാഹരിച്ചിരിക്കുന്നു. അത് 9,686 മാറിയിരിക്കുന്നു. 15,079 വോട്ടുകൾക്ക് ഇപ്പോഴും PK കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുകയാണ്. 55,006 വോട്ടുകൾ അദ്ദേഹം സമാഹരിച്ചിരിക്കുന്നു. ഫൈസലിന്റെ വോട്ട് നേട്ടം 40,000 കവിഞ്ഞിരിക്കുന്നു. 40,027 വോട്ടുകൾക്ക് LDFന്റെ ഫൈസൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ്. LDFന്റെ യുവ സ്ഥാനാർത്ഥി ഫൈസൽ 15,079 വോട്ടുകൾക്ക് ഇപ്പോഴും പിറകിലാണ്. ഒന്നാം സ്ഥാനത്ത് UDFന്റെ കുഞ്ഞാലിക്കുട്ടി നിൽക്കുന്നു 15,068 വോട്ടുകളുടെ മാർജിനുമായി. 55,799 വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് ഫൈസലിന്റെ 40,731 വോട്ടുകൾക്കെതിരെ BJP ഇപ്പോഴും 10,000-ന് താഴെ നിൽക്കുകയാണ്. 9,879 ശ്രീപ്രകാശിന്റെ വോട്ട് നേട്ടം. 15,068 വോട്ടുകൾക്ക് UDFന്റെ PK കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് മലപ്പുറത്ത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് ഔദ്യോഗികമായി ലഭിക്കുന്ന അവസാനത്തെ വിവരങ്ങൾ. 15,753 ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ ലീഡ് നില ഉയർന്നിരിക്കുന്നു. 15,753. 57,285 വോട്ടുകൾ കുഞ്ഞാലിക്കുട്ടിക്ക്. ഫൈസലിന് 41,532 വോട്ടുകൾ. ശ്രീപ്രകാശിന് 9,972 വോട്ടുകൾ. ശ്രീപ്രകാശിന്റെ വോട്ട് നേട്ടം 10,000-ഓടടുക്കുന്നു. 15,753 വോട്ടുകളുടെ വ്യത്യാസത്തിന് ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുകയാണ്. നിയമസഭാ അംഗത്വം ത്യജിക്കാൻ തയ്യാറായിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയ മുസ്ലിം ലീഗിന്റെ ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർത്തപ്പെട്ട കുഞ്ഞാലിക്കുട്ടി ദില്ലിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. 16,597 വോട്ടുകളായി അദ്ദേഹത്തിന്റെ ലീഡ് നില ഉയർന്നിരിക്കുകയാണ്. 59,000, 60,000-ഓടടുക്കുന്നു അദ്ദേഹത്തിന്റെ വോട്ട് നേട്ടം. 60,000 വോട്ടുകൾ കുഞ്ഞാലിക്കുട്ടി മറികടന്നിരിക്കുന്നു. 17,752 ഭദ്രമായ ലീഡ് അദ്ദേഹം കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 60,382 വോട്ടുകളുടെ നേട്ടവുമായി 43,130 വോട്ടുകളാണ് ഇപ്പോൾ ഫൈസലിനുള്ളത്. BJP 10,000 കഴിഞ്ഞിരിക്കുന്നു. 10,238 വോട്ടുകൾ ശ്രീപ്രകാശ് കൈവരിച്ചിരിക്കുന്നു. 17,252 വോട്ടുകളുടെ വ്യത്യാസത്തിന് ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുകയാണ്. ഒരുപക്ഷെ 7 മണ്ഡലങ്ങളിലെയും ലീഡ് നില ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അതെല്ലാം UDFന് അനുകൂലമാണ്. ഇപ്പോൾ 7ഇടത്തും UDF മുന്നിട്ട് നിൽക്കുന്നു. നേരത്തെ 2ഇടത്ത് LDFന് നേരിയ മേൽക്കൈ ഉണ്ടായിരുന്നെങ്കിലും അത് വോട്ടെണ്ണി മുന്നോട്ട് പോയപ്പോൾ മാറി മറിഞ്ഞിരിക്കുന്നു. 7,000 മുതൽ 300-ലേറെ വോട്ടുകളുടെ വ്യത്യാസത്തിന് UDF ഇപ്പോൾ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡല പരിധിയിലും മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയിക്കാനുള്ളത്. 18,288 വോട്ടുകളായി കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് നില ഉയർന്നിരിക്കുകയാണ്. 63,733 വോട്ടുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുന്നു. ഫൈസലിന്റെ വോട്ട് നേട്ടം 45,000 കവിഞ്ഞിരിക്കുന്നു. 45,445 വോട്ടുകൾ അദ്ദേഹം സമാഹരിച്ചിരിക്കുന്നു. 10,772 വോട്ടുകളുമായി ഇപ്പോൾ ശ്രീപ്രകാശ് 10,000 കവിഞ്ഞ ഒരു നിലയിൽ എത്തിയിരിക്കുകയാണ്. ഭൂരിപക്ഷം ഇപ്പോഴും മാർജിൻ ഇപ്പോൾ 18,466 പെട്ടെന്ന് കുറഞ്ഞിരിക്കുകയാണ്. 18,466. പക്ഷേ സുഭദ്രമായ ഒരു ലീഡാണ് കുഞ്ഞാലിക്കുട്ടി കൈവരിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ വോട്ട് എണ്ണി തുടങ്ങി 1 മണിക്കൂർ ആകാൻ പോകുന്നതിന് മുമ്പ്, 50ഓളം മിനിറ്റുകൾ കഴിയുന്നതിന് മുമ്പ് 18,466 വോട്ടുകളുടെ ഭദ്രമായ ലീഡ് കുഞ്ഞാലിക്കുട്ടി ഉറപ്പിച്ചിരിക്കുന്നു. 64,830 വോട്ടുകളാണ് അദ്ദേഹം സമാഹരിച്ചിരിക്കുന്നത്. ഫൈസൽ 48,019 വോട്ടുകൾ സമാഹരിച്ചിരിക്കുന്നു. ഇപ്പോൾ
19,000 കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് മാറിയിരിക്കുന്നു. 19,029 കൃത്യമായി പറഞ്ഞാൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് അനൗദ്യോഗികമായി സമാഹരിച്ച കണക്കുകളല്ല, കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോഴപ്പോൾ നൽകുന്ന വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങളാണ് പ്രേക്ഷകർക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 19,029 വോട്ടുകൾക്ക് ഇപ്പോൾ UDFന്റെ PK കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുകയാണ്. 19,000 20,000-തോടടുക്കുന്നു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം. 67,448 വോട്ടുകൾ കുഞ്ഞാലിക്കുട്ടി സമാഹരിച്ചിരിക്കുന്നു. 48,359 ഫൈസലിന്റെ വോട്ട് നേട്ടം. 11,226 ശ്രീപ്രകാശ് നേടിയിരിക്കുന്നു. 19,089 വോട്ടിന്റെ മുന്നേറ്റവുമായി ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി ഭദ്രമായ ഒരു ലീഡ് നില ഉറപ്പിച്ചുകൊണ്ട് മലപ്പുറത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 19,089 വോട്ടുകൾക്ക് PK കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുന്നു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കേരളം കൗതുകത്തോടെയും താല്പര്യത്തോടെയും കണ്ടുകൊണ്ടിരിക്കുന്ന മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ 19,825 കുഞ്ഞാലിക്കുട്ടിയുടെ മാർജിൻ ഉയർന്നിരിക്കുന്നു. 19,825 70,000-തോളം അടുക്കുന്നു അദ്ദേഹത്തിന്റെ വോട്ട് നേട്ടം. കൃത്യമായി പറഞ്ഞാൽ 69,029 വോട്ടുകളാണ് കുഞ്ഞാലിക്കുട്ടി നേടിയിരിക്കുന്നത്. ഇതാ കുഞ്ഞാലിക്കുട്ടിയുടെ വോട്ട് നേട്ടം 70,000 കവിഞ്ഞിരിക്കുന്നു. 70,331 വോട്ടുകൾ. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 20,000 കടന്നു. 20,343 വോട്ടുകൾക്ക് കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുകയാണ്. 70,331 വോട്ടുകൾ, 20,343 വോട്ടിന്റെ മാർജിൻ ലീഡ് അദ്ദേഹം കൈവരിച്ചിരിക്കുന്നു. CPIMന്റെ വോട്ട് നേട്ടം 50,000-തോടടുക്കുകയാണ്. 50,000 കവിഞ്ഞിരിക്കുന്നു. 50,677 വോട്ടുകൾ ഫൈസൽ സമാഹരിച്ചിരിക്കുന്നു. 20,689 വോട്ടുകൾക്ക് പക്ഷെ ഫൈസൽ ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടിക്ക് പിറകിലാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ വോട്ട് നേട്ടം 70,000 കവിഞ്ഞിരിക്കുന്നു. 71,366 കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പോൾ വോട്ടുള്ളത്. 20,689 ഒരിക്കൽ കൂടി ലീഡ് നില മാറിയിരിക്കുകയാണ്. 20,689 സുസ്ഥിരമായി ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാതെ, ഒരിക്കൽ പോലും തരിച്ചു നിൽക്കാത്ത ഒരു ലീഡ് നില ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി വോട്ടെണ്ണൽ വേദിയിൽ ഇതുവരെ 1 മണിക്കൂറോളം പിന്നിടുമ്പോൾ 21,000 അദ്ദേഹത്തിന്റെ ലീഡ് നില ഉയർന്നിരിക്കുന്നു. 21,029 വോട്ടുകൾക്ക് കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ്. 73,078 വോട്ടുകൾ അദ്ദേഹം സമാഹരിച്ചു കഴിഞ്ഞു. 52,049 വോട്ടുകളുമായി LDFന്റെ യുവ സ്ഥാനാർത്ഥി ഫൈസൽ തൊട്ട് പിറകിലുണ്ട്. BJPയുടെ വോട്ട് നേട്ടം 11,899 21,684 വോട്ടുകളുടെ ലീഡ് ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടിക്കുണ്ട്. 21,684 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഉറപ്പാക്കിയിരിക്കുന്നത്. 74,556 വോട്ടുകൾ അദ്ദേഹം കൈവരിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി 21,923 22,000-തോളം 21,923 കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് ഉയർന്നിരിക്കുന്നു. 75,000 കടന്നിരിക്കുകയാണ്. 3,00,000 വോട്ട് സമാഹരിച്ചിരിക്കുന്നു കുഞ്ഞാലിക്കുട്ടി. 75,934 കൃത്യമായി പറഞ്ഞാൽ. LDF 1,00,000 വോട്ടുകൾ മറികടന്നിരിക്കുന്നു. 54,011 വോട്ടുകളാണ് അവർക്കുള്ളത്. BJP ഇപ്പോഴും 11,974 വോട്ടുകളിൽ നിൽക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് 22,115 22,000 കവിഞ്ഞു. 22,115 അദ്ദേഹത്തിന്റെ ലീഡ് ഉയർന്നിരിക്കുന്നു. 76,779 വോട്ടുകൾ, 22,115 ലീഡ്. 54,664 വോട്ടുകളുമായി ഫൈസലിന്റെ രണ്ടാം സ്ഥാനം തുടരുകയാണ്. BJPക്ക് 11,996 വോട്ടുകൾ, 22,108 വോട്ടിന്റെ ലീഡ് കുഞ്ഞാലിക്കുട്ടിക്ക്. 22,000 മറികടന്ന് കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് പോവുകയാണ്. 77,090 വോട്ടുകൾ അദ്ദേഹം സമാഹരിച്ചിരിക്കുന്നു. 77,090 വോട്ടുകൾ, 22,108 വോട്ടിന്റെ ലീഡ്. 54,982 കുഞ്ഞാലിക്കുട്ടിയുടെ ഫൈസലിന്റെ വോട്ട് നേട്ടം. UDF 7 മണ്ഡലങ്ങളിലും
മലപ്പുറം, പെരിന്തൽമണ്ണ, കൊണ്ടോട്ടി, മഞ്ചേരി, മങ്കട, വേങ്ങര, വള്ളിക്കുന്ന് എന്നിങ്ങനെയുള്ള 7 മണ്ഡലങ്ങളിലും മുന്നിട്ട് നിൽക്കുകയാണ്. 7000 മുതൽ 1000-ലേറെ വരെ വോട്ടുകളുടെ വ്യത്യാസത്തിനാണ് 2 മണ്ഡലങ്ങളിൽ ആദ്യം LDF-ന് ഒരു മേൽക്കൈ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അതിപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്.